ഹായ് ഹലോ. ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം കാത്തിരിക്കണം പൂക്കാനായി എന്ന ധാരണ ഇന്ന് പലർക്കും ഉണ്ട് കേട്ടോ. എന്നാൽ സത്യത്തിൽ അങ്ങനെയാണോ? അങ്ങനെ അല്ല കേട്ടോ. ചില ചെടികളൊക്കെ ഉണ്ട്, എന്താണെന്നറിയാവോ, വളരാനും സമയമെടുക്കില്ല, പൂക്കാനും സമയമെടുക്കില്ല, വിൽക്കാനും സമയമെടുക്കില്ല. അതെ, ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള, ഫാസ്റ്റ് ഫ്ലവറിങ് നൽകുന്ന, അതിലും പ്രധാനമായിട്ട് ഫാസ്റ്റ് സെല്ലിങ് ആവുന്ന 10 ചെടികളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കാണാൻ ഇഷ്ടമല്ലേ? അപ്പോൾ വേണ്ടേ, നമുക്ക് ഓരോന്നായിട്ട് കാണാം. ലാൻഡ്സ്കേപ്പിങ്ങിൽ നല്ല ഡിമാൻഡുള്ള, കസ്റ്റമേഴ്സ് എല്ലാം ആവശ്യപ്പെടുന്ന 10 പ്ലാന്റുകളെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങളൊരു ഗാർഡൻ ലവറാണോ, അല്ലെങ്കിൽ ഒരു നഴ്സറി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ, ഈ വീഡിയോ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ ഡോഫ് മുരായ തന്നെയാണ് കേട്ടോ. അതെ, മിനി കാമിനുമില്ല എന്ന് പലരും പറയും. ഇത് ചെറുതായിരിക്കും, പക്ഷേ ഫ്ലവറിങ് പ്ലാന്റ് വലുതാണ് കേട്ടോ. അതായത് ഫ്ലവറിങ് പവർ വലുതാണെന്നാണ് അർത്ഥം. ചെറിയ വൈറ്റ് ഫ്ലവേഴ്സാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്, ഓൾമോസ്റ്റ് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുന്നതാണ്. ലോ മെയിൻ്റനൻസ് മതിയാവും, അതുപോലെ തന്നെ പോട്ടിൽ വളരും, വലുതാക്കിയും വളർത്താൻ പറ്റും. ഫാസ്റ്റായിട്ടുള്ള ഗ്രോയിങ് ആണ്, ഓൾവേസ് ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ്. നഴ്സറിയിൽ സ്റ്റോക്ക് വെച്ചാൽ നിൽക്കില്ല, അത്രയും ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണിത്. അടുത്തത് വാട്ടർ ജാസ്മിൻ ആണ് കേട്ടോ. അതെ, ബോൺസായി ലവേഴ്സിൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടിന്യൂസ് ബ്ലൂമിംഗ് ആണ്, എലഗൻറ്റ് വൈറ്റ് ഫ്ലവേഴ്സ് ആണ്, കോമ്പാക്റ്റ് ഗ്രോത്ത് ആണ്. അതെ, കസ്റ്റമേഴ്സ് പലരും ചോദിക്കുന്ന പ്ലാന്റാണ്. ഗിഫ്റ്റ് പർപ്പസിനും മറ്റും ഭയങ്കര ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അതുമാത്രമല്ല, ബുദ്ധ മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ദൈവിക പരിവേഷമുള്ള ഒരു ചെടി കൂടിയിട്ടാണിത്. നല്ല രസമുള്ളതാണ് ഈ വാട്ടർ ജാസ്മിൻ. ബോൺസായി ആക്കിയൊക്കെ വളർത്തിയെടുക്കാനും പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പെട്ടെന്നുള്ള വളർച്ചയാണ്, പെട്ടെന്ന് ഫ്ലവർ ചെയ്യുകയും ചെയ്യും, പെട്ടെന്ന് സെയിലായി പോവുകയും ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. അതാണ് നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിലെ രണ്ടാമത്തെ പ്ലാന്റ്. അടുത്തത് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ് കാറ്റ്സ് ക്ലോ ക്രീപ്പർ. അതെ, വാൾ കവർ വേണോ, ഫാസ്റ്റ് ക്ലൈമ്പിംഗ് ക്രീപ്പർ വേണോ, ദേ കാറ്റ്സ് ക്ലോ. യെല്ലോ ട്രംപറ്റ് പോലെ പൂക്കുന്നതാണ്, വോള് മുഴുവൻ കവർ ചെയ്തെടുക്കാൻ പറ്റും. ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ബൾക്ക് ഓർഡേഴ്സ് വരാൻ ഒരുപാട് സാധ്യതയുള്ളൊരു പ്ലാന്റാണിത്. അതെ, ഏറ്റവും നന്നായിട്ട് പൂക്കുന്ന, ഏറ്റവും പെട്ടെന്ന് ഫ്ലവർ തരുന്ന പ്ലാന്റുകളുടെ കൂട്ടത്തിൽ, ഏറ്റവും പെട്ടെന്ന് സെയിലായി പോകുന്ന പ്ലാന്റുകളുടെ കൂട്ടത്തിൽ കാറ്റ്സ് ക്ലോയെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല കേട്ടോ. അടുത്തതായി നമ്മുടെ സ്വന്തം മണിമുല്ലയാണ്. മഞ്ഞ പോലെ പൂക്കുന്ന ക്രീപ്പർ വേണോ? അതേ, മണിമുല്ല. ഒരു പ്രാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ഫുൾ വൈറ്റ് ബ്ലൂമിംഗ് ആണ്. വെരി ഫാസ്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് കവറാവുകയും നിറച്ച് പൂക്കൾ പിടിക്കുകയും ചെയ്യുന്നതാണ്. ഒരു വെഡ്ഡിങ് ബാക്ക്ഡ്രോപ്പ് പോലെ ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. ഗാർഡനിൽ ഇത് അത്യാവശ്യം വേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ്. അതെ, പെട്ടെന്ന് തന്നെ വളരുന്നതാണ്, പെട്ടെന്ന് തന്നെ പൂക്കുന്നതാണ്, പെട്ടെന്ന് തന്നെ എന്താ പറയുക, വിറ്റ് പോകുന്ന ഒരു പ്ലാന്റും കൂടിയിട്ടാണ് ഈ മണിമുല്ല എന്ന് പറയുന്നത്. അടുത്ത ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള അടുത്തൊരു പ്ലാന്റാണ് രംഗൂൺ ക്രീപ്പർ ഡബിൾ പെറ്റൽ, അല്ലെങ്കിൽ മൾട്ടി പെറ്റൽ രംഗൂൺ ക്രീപ്പർ. കളർ ചേഞ്ച് ചെയ്യുന്ന പൂവാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? രംഗൂൺ ക്രീപ്പർ ഡബിൾ പെറ്റൽ എന്ന് പറയുന്നത് വൈറ്റ്, പിങ്ക്, ഡാർക്ക് പിങ്ക്, അങ്ങനെ മാറി 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 വരും കേട്ടോ ഇതിൻ്റെ കളർ. ഡബിൾ പെറ്റലിൽ കൊണ്ട് തന്നെ ഹെവി ലുക്കാണ് ഇതിനുള്ളത്. ഫാസ്റ്റ് ഗ്രോയിങ് ആണ്, ഫാസ്റ്റ് ബ്ലൂമിംഗ് ആണ്, അത് മാത്രമല്ല അപാര സുഗന്ധമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാലുണ്ടല്ലോ, ശരിക്കും പലപ്പോഴും കാട്ടുപൂക്കൾ എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും ഇത് കാട്ടുപൂവല്ല കേട്ടോ. കാട്ടുപൂവെന്ന് വെച്ചാൽ അത് നമ്മുടെ പുല്ലാന്നി സിംഗിൾ പെറ്റലാണ്. ഇത് ഡബിൾ പെറ്റലാണ്, ഹൈബ്രിഡ് ഇനമാണ്. നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന കിഡിലൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മുടെ ഔട്ട്ലെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്ന ഒരു ഇനമാണ് ഈ ഡബിൾ പെറ്റൽ രംഗൂൺ ക്രീപ്പർ. അടുത്തൊരു ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ് ടെക്കോമ മിക്സഡ് കളർ. അതെ, ടെക്കോമയ്ക്ക് പല കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ദേ ഈ ഒരു മിക്സഡ് കളറിന് വൻ ഡിമാൻഡാണ് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നതും ഒത്തിരി പേര് മേടിക്കുന്നതും പെട്ടെന്ന് തന്നെ വിറ്റ് പോകുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിട്ടാണ് ഇത് വിരിഞ്ഞ് നിൽക്കുന്നത്. എപ്പോഴും പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് കൂടിയിട്ടാണ് അതിൻ്റെ പ്രത്യേകത. പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും. അതായത് നമ്മൾ തൈയൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് പൂക്കളാവുകയും ചെയ്യും. സ്ഥിരമായിട്ട് അത് എപ്പോഴും പൂക്കുകയും ചെയ്യുന്നൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് മൂവിങ് ആണ്, ഫാസ്റ്റ് ഗ്രോയിങ്ങും ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഈ ടെക്കോമ മിക്സഡ് കളർ എന്ന് പറയുന്നത്. അടുത്ത ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു സുന്ദരി ആരാ? നമ്മുടെ ഒറിജിനൽ പാരിജാതം അല്ലാതെ ആരാ? അതെ, നമ്മൾ പാരിജാതം എന്ന് പറയുമ്പോൾ പല 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 പ്ലാന്റുകളെ നമ്മുടെ പല നാട്ടിലും അറിയപ്പെടുന്നുണ്ടെങ്കിലും ഒറിജിനൽ പാരിജാതം ഈ കാണുന്നതാണ് കേട്ടോ. നൈറ്റിൽ ഫ്രാഗ്രൻസ് ഉള്ളതാണ്, ടെമ്പിൾ പ്ലാന്റ് ആയിട്ട് കണക്ക് കൂട്ടുന്നതാണ്. മോർണിംഗ് താഴെ നിറച്ച്
നിറച്ച് പൂക്കളിങ്ങനെ വീണ് കിടക്കും. നല്ലൊരു രസമുള്ള പൂവാണ്, ഒരു ഡിവൈൻ ഫീല് തരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. കസ്റ്റമേഴ്സ് ഇതിനൊരു സെൻറ്റിമെൻ്റൽ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് മൂവിങ് ഉള്ള ഒരു പ്ലാന്റാണ് ഈ ഒറിജിനൽ പാരിജാതം എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റോക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന, ചെറുതിലേ തന്നെ പൂത്തു തുടങ്ങുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഒറിജിനൽ പാരിജാതം. അടുത്തത് നമ്മുടെ 3 കളറിൽ മാറി മാറി വിരിയുന്ന ഗോൾഡൻ ഗാർഡേനിയാണ്. വിരിയുമ്പോൾ വെളുപ്പ്, പിന്നെ ഒരു ലെമൺ യെല്ലോ, പിന്നെ ഒരു ഓറഞ്ച്, ലെമൺ ഓറഞ്ച്. ഈ 3 കളർ ഷെയ്ഡിലേക്ക് മാറി മാറി വിരിയുന്ന നമ്മുടെ ഗോൾഡൻ ഗാർഡേനിയ. ഇതും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള, ഫാസ്റ്റ് ഗ്രോവിങ് ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ പൂക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റാണിത്. ഹൈ മാർജിൻ പോസിബിലിറ്റി ഉള്ളൊരു പ്ലാന്റ് കൂടിയാണ്. അടിപൊളി പ്ലാന്റ്, കണ്ടില്ലേ എന്താ രസമെന്ന് നോക്കിക്കേ. ഒറ്റ ചെടിയിലാണ് കേട്ടോ ഈ 3 പൂവ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു പ്ലാന്റ്. അടുത്തത് നമ്മുടെ ജെയ്ഡ് വൈൻ ആണ്. അതെ, റയർ പ്ലാന്റ് ആണ്. പ്രീമിയം ബയേഴ്സ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഹൈ ടിക്കറ്റ് പ്ലാന്റ് ആണെന്ന് പറയാം. അടിപൊളിയായിട്ട് നമുക്ക് പന്തലൊക്കെ ഇട്ട് വളർത്താൻ പറ്റുന്നതാണ് നമ്മുടെ ജെയ്ഡ് വൈൻ. നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് മൂവിങ് ആവുന്നതും ഏതാണ്ട് 8 മാസത്തിനുള്ളിൽ തന്നെ തൈകൾ നട്ട് കഴിഞ്ഞാൽ പൂത്തു തുടങ്ങുന്നതുമായിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ജെയ്ഡ് വൈൻ എന്ന് പറയുന്നത്. ഭയങ്കര മൂവിങ് ആണ് കേട്ടോ. നമുക്ക് തൈകൾ വന്നാൽ ഇരിക്കാറേ ഇല്ല, പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. അത്രയധികം ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ റെഡ് ജെയ്ഡ് വൈൻ എന്ന് പറയുന്നത്. റെഡ് മാത്രമല്ല, ബ്ലൂ ഒക്കെ ആ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. അടുത്തത് നമ്മുടെ നിക്കോഡിയ അല്ലെങ്കിൽ ടെക്സസേജ് ആണ്. അതിൻ്റെ അടിപൊളി നൈറ്റ് ഫ്രാഗ്രൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതാണ്. എന്താ പറയുക, പെട്ടെന്ന് തന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് വേഗത്തിൽ തന്നെ പൂക്കളുണ്ടാകുന്നതായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, ഇനിയുണ്ട് കേട്ടോ. 9 ആയിട്ടുള്ളൂ. ഇനി 10ാമത്തെ പ്ലാന്റിനെ ഞാൻ അടിപൊളിയായിട്ടൊന്ന് കാണിച്ചു തരാം. ദേ നമ്മുടെ തങ്കരളി അല്ലെങ്കിൽ ടെക്കോമ യെല്ലോ. ഫാസ്റ്റ് മൂവിങ് ഉള്ള, നമുക്ക് പെട്ടെന്ന് സെയിലായി പോകുന്ന, നഴ്സറികളിലൊക്കെ തന്നെയും പെട്ടെന്ന് സെയിലായി പോകുന്ന ഒരു പൂമരമാണ്. അധികം കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് എക്കാലവും ഇങ്ങനെ പൂക്കളിങ്ങനെ ആർത്തുല്ലസിച്ചിരുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇത് മേടിച്ച് വെക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ എങ്ങനെയാണ്, 10 പ്ലാന്റുകളെ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഫാസ്റ്റ് ഗ്രോത്തുള്ള, ഫാസ്റ്റ് ഫ്ലവറിങ് ആയിട്ടുള്ള, വിഷ്വൽ ഇമ്പാക്റ്റ് ഉള്ള, കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന 10 പ്ലാന്റുകളെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടം? നിങ്ങളുടെ വീട്ടിൽ ഇതിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ശരിക്കും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് വെച്ചാൽ ഗാർഡനിൽ റിസൾട്ട് പെട്ടെന്ന് കാണാം. ഇപ്പോൾ ബിസിനസ് ആംഗിൾ എടുത്ത് നോക്കിയാലും ക്യാഷ് ഫ്ലോ പെട്ടെന്ന് വരാം. അതെ, ശരിക്കും റീംസ് ബാസ്ക്കറ്റ് ഈ വെറൈറ്റീസ് ഇല്ല, ഈ റീംസ് ബാസ്ക്കറ്റിൽ ഈ വെറൈറ്റീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ ഡയറക്റ്റോ വാട്സപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള, ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള 10 ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.